യുദ്ധക്കളത്തിൽ സാം എന്ന സൈനികൻ തന്റെ സുഹൃത്തിനെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട ശേഷം ഒരു മൃതദേഹം തന്റെ മുകളിൽ വലിച്ചിട്ടൊളിച്ചു. ശത്രു സൈനികർ കടന്നുപോകുമ്പോൾ ഒരാൾ തന്റെ സുഹൃത്തിന്റെ മുഖത്തിനടുത്ത് കാൽവെച്ചു. പെട്ടെന്ന് ഒരു ശത്രു സൈനികൻ തിരിഞ്ഞ് സാമിനെ മൂടിയിരുന്ന ശരീരത്തിൽ കുത്തി. ശത്രുക്കൾ പോയപ്പോൾ സാം ആ ശരീരം മാറ്റി തന്റെ സുഹൃത്തിനെ പുറത്തെടുത്തു. അകലെ മറ്റൊരു സൈനികൻ ജീവനോടെയിരിക്കുന്നത് കണ്ട സാം അയാൾക്ക് സഹായവുമായി പാഞ്ഞുചെന്നു. അപ്പോൾ ഒരു ശത്രു അവനെ കണ്ടു. സാം ഒരു തുരങ്കത്തിലേക്ക് ചാടി, പക്ഷെ പിന്നാലെ ഒരു ഗ്രനേഡ് എറിഞ്ഞു. ഭാഗ്യത്തിന് സാം അത് സമയത്തിന് ശ്രദ്ധിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു. ഇരുണ്ടതും ഇടുങ്ങിയതും ഭയപ്പെടുത്തുന്നതുമായ തുരങ്കങ്ങളിൽ സാം ശത്രുക്കൾക്കിടയിൽ ഒളിച്ചിരുന്നു. അവിടെ മുറിവേറ്റ ഒരു ശത്രു സൈനികനെ അവൻ കണ്ടെത്തി. എന്നാൽ അവനെ കൊല്ലുന്നതിനു പകരം സാം ആ ശത്രുവിന്റെ മുറിവുകൾക്ക് ചികിത്സ നൽകി. ശത്രു അവനെ അവിശ്വസനീയതയോടെ നോക്കി. രാത്രിയായപ്പോൾ സാം തുരങ്കത്തിൽ നിന്ന് പുറത്തിറങ്ങി ജീവിച്ചിരിക്കുന്ന സൈനികരെ തിരയാൻ തുടങ്ങി. തന്റെ ശരീരം ക്ഷീണിച്ചിട്ടും ഗുരുതരമായി പരിക്കേറ്റവരെ മരണത്തിന്റെ പിടിയിൽ നിന്ന് അവൻ രക്ഷിച്ചുകൊണ്ടേയിരുന്നു, ശത്രു സൈനികരെ പോലും. സാമിന്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി, കൈകൾ വിറച്ചു, പക്ഷെ അവൻ നിർത്തിയില്ല. തന്റെ സുഹൃത്ത് ഇപ്പോഴും സഹായത്തിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒന്നുകൂടി, ദയവായി എനിക്ക് ഒരാളെക്കൂടി രക്ഷിക്കാൻ അനുവദിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. മറ്റൊരു സൈനികനെ രക്ഷിച്ച ശേഷം അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഒന്നുകൂടി. പരുക്കൻ കയറുകൾ അവന്റെ കൈകളെ സാരമായി മുറിപ്പെടുത്തിയിരുന്നു. എന്നാൽ പരിക്കേറ്റവർ ഓരോരുത്തരായി പാറക്കെട്ടിലൂടെ താഴേക്ക് വന്നുകൊണ്ടേയിരുന്നു. അവർ എവിടെനിന്ന് വരുന്നുവെന്ന് ആർക്കും മനസ്സിലായില്ല. മലമുകളിൽ ഒരു ഭ്രാന്തൻ ജീവൻ രക്ഷിക്കുന്നുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇതെല്ലാം കണ്ട ക്യാപ്റ്റൻ ഞെട്ടലോടെ ചോദിച്ചു, ആ ഭ്രാന്തൻ ആരാണ്? അത് സാമാണ്, പരിചയക്കുറവിന്റെ പേരിൽ എല്ലാവരും കളിയാക്കിയിരുന്ന പുതിയ ആൾ എന്ന് മറുപടി വന്നു. രാവിലെ ആയപ്പോൾ സാം തന്റെ മുറിവേറ്റ ഡ്രിൽ സർജന്റിനെ കണ്ടെത്തി. ശത്രുക്കൾ പ്രദേശം തിരയുകയായിരുന്നു. സാം സർജന്റിന്റെ റൈഫിൾ എടുത്തു. ഒരു നിമിഷം സാം ഒടുവിൽ കൊല്ലാൻ തയ്യാറാണെന്ന് സർജന്റ് കരുതി. എന്നാൽ സാം റൈഫിൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് തോളിൽ കയറാൻ സർജന്റിന് സിഗ്നൽ നൽകി. അവർ പാറക്കെട്ടിന്റെ അരികിലെത്തിയപ്പോൾ സർജന്റ് കവർ ഫയർ നൽകി. സാം ആദ്യം അയാളെ താഴെയിറക്കി. സർജന്റ് താഴെയെത്തിയ ഉടൻ ക്യാപ്റ്റനോട് വിളിച്ചു പറഞ്ഞു, സാം ഇപ്പോഴും അവിടെയുണ്ട്. അടുത്ത നിമിഷം സാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു, ഇത്തവണ മറ്റൊരാളെ തന്റെ പുറത്ത് ചുമന്നുകൊണ്ട്. ശത്രുക്കൾ അവനെ പിന്തുടരാൻ ശ്രമിച്ചു, പക്ഷേ സാം രക്ഷപ്പെട്ടു. ഒടുവിൽ അവനെ രക്ഷപ്പെടുത്തിയപ്പോൾ അവന്റെ മനസ്സ് യുദ്ധക്കളത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവന് നേരെ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ക്യാപ്റ്റൻ മൃദുവായി ചോദിച്ചു, നിനക്ക് വേദനയുണ്ടോ? സാമിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവനൊരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. എല്ലാ സൈനികരും നിശബ്ദരായി നിന്നു. നരകത്തിൽ നിന്ന് തിരിച്ചെത്തിയ ആ നായകനെ ആദരിച്ചു. സാം ഒരുപക്ഷെ അത് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അന്ന് രാത്രി അവൻ ഒറ്റയ്ക്ക് 76 ജീവൻ രക്ഷിച്ചിരുന്നു.